ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാജസ്ഥാനും കൊൽക്കത്തയും തമ്മിലാണ് മത്സരം. അപ്പോൾ ഈ രണ്ട് ടീമിനൊരു പ്രത്യേകത എന്ത് കാരണം ഇവർ രണ്ടുപേരും ആദ്യത്തെ കളി തോറ്റാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ ഏതെങ്കിലും ഒരു ടീമിന് വിജയിക്കാം, ഫസ്റ്റ് വിൻ നേടാൻ പറ്റും. അപ്പോൾ നമുക്ക് ടീം ഇടാൻ നേരത്ത് രഹാനെ കൊൽക്കത്തയിൽ നിന്ന് എടുക്കാം. ഡീകോക്ക് കഴിഞ്ഞോളം ഫോമായില്ല, എന്നാലും ഡീകോക്കിനെ എടുത്തേക്കാം. ജസ്വാളും ഫോം ആവാൻ ചാൻസ് ഉണ്ട്. സഞ്ജു സാംസൺ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങും, അതാണ് പ്രശ്നം. കഴിഞ്ഞ പിന്നെ സുനിൽ നാരായൺ അടിച്ചായിരുന്നു. സുനിൽ നാരായൺ ഓൾറൗണ്ടറാണ്, അവനെ വെച്ചേക്കാം. പിന്നെ കഴിഞ്ഞ കളി കളിച്ചത് ജുറിലെടുക്കാം. റസൽ കഴിഞ്ഞ കളി കളിച്ചില്ല, പിന്നെ പറയാൻ പറ്റില്ല ഇവനൊക്കെ എപ്പോഴാണ് അടിക്കണേന്ന്. പിന്നെ ബൗളേഴ്സിന് എടുക്കേണ്ടത് ഇവരൊന്നും കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. ആർച്ചർ ചിലപ്പോൾ ഈ കളി ഇറങ്ങാൻ ചാൻസ് ഇല്ല, കഴിഞ്ഞ കളി 70 റൺസൊക്കെ കൊടുത്തു. ബൗളർമാരെ നമുക്ക് സന്ദീപ് ശർമ്മേനെ എടുക്കാം, വരുൺ ചക്രവർത്തിനെ എടുക്കാം, റാണേനെ എടുക്കാം. ഇനി നമുക്ക് ബൗളേഴ്സ്, കാരണം നിതീഷ് റാനെ കഴിഞ്ഞ തവണത്തെ കൊൽക്കത്തയുടെ ക്യാപ്റ്റനായിരുന്നു. ഇത്തവണത്തെ പുള്ളിക്ക് വാശിയുണ്ടോ, അപ്പോൾ പുള്ളിനെ ടീമിലിട്ടേക്കാം. ഇനി നമുക്ക് സഞ്ജു സാംസനാണ് ഉള്ളത്, അല്ലെങ്കിൽ ഹെറ്റ്മേറെ തന്നെ എടുക്കാം. ക്യാപ്റ്റൻ സുനിൽ നാരായണനെ ക്യാപ്റ്റനാക്കാം, വൈസ് ക്യാപ്റ്റൻ ജസ്വാളിനാക്കാം. ബാക്കപ്പും ആടിയത് വെച്ചേക്കാം. ഇനി ആരെങ്കിലും കളിച്ചില്ലെങ്കിൽ പണിയോ. സഞ്ജു സാംസൺ എടുക്കാം, വെങ്കടേഷ് അയ്യർ എടുക്കാം, ദേശപാണ്ഡ്യൻ എടുക്കാം, തീഷ്ണനെ എടുക്കാം. ഇതാണ് നമ്മുടെ ടീം. ഡീകോക്ക്, ജുറിൽ, രഹാന, ഹെറ്റ്മേർ, ജസ്വാൾ, നരയൻ, റസൽ, നിതീഷ് റാന, വരുൺ ചക്രവർത്തി, സന്ദീപ് ശർമ്മ. എന്നിട്ടൊരു ജോയിൻ കോൺടെസ്റ്റ് ചെയ്യാം, പ്രാക്ടീസ് മാച്ച് കളിക്കാം. കാരണം ഇതുവരെ ഒരു നല്ല ടീം എടുക്കാൻ പറ്റിയിട്ടില്ല. പ്രാക്ടീസ് മാച്ചെല്ലാം ഫുള്ളാണ് കളികൾ. ഒരെണ്ണത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം.